ഇനി നമ്മൾ പോകുന്നത് തെക്കേ കൂപരനടയിലേക്കാണ്. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂരുകാരുടെ ഒരു വികാരമാണ് പൂരം എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് ആചാരപ്പൊലിമയോടുകൂടെ ആണെങ്കിലും നടത്തുകയാണ്. ചില കാര്യങ്ങളിൽ മാത്രം ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. തെക്കേ കൂപരനടയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? യെസ് ക്രിസ്റ്റീന, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ശ്രീമൂലസ്ഥാനത്തേക്ക് ഇങ്ങോട്ടേക്ക് മാറിയിരുന്നു. ഇപ്പോൾ ശ്രീമൂലസ്ഥാനത്താണ് ഉള്ളത്. നിരവധി ആളുകൾ ഇതാ തൊഴാനൊക്കെ ആയിട്ട് രാവിലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീമൂലസ്ഥാനത്തേക്ക്. ഇതുവഴിയാണ് ഇനിയിപ്പോൾ കണിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിന് അകത്തേക്ക് കയറുകയും പിന്നീട് വടക്കുനാഥനെ വണങ്ങുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ്, അതായത് ആദ്യത്തെ ഘടകപൂരം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുകയും ചെയ്യും. വെയിലും മഴയും മഞ്ഞും ഒന്നും കൊള്ളാതെ ആദ്യ കണിമംഗല ശാസ്താവ് ഇങ്ങോട്ടേക്ക് ഘടകപൂരമായി ക്ഷേത്രത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം. അതിൻ്റെ പിൻപറ്റി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ ശാസ്താവ് വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു രാവിലെ മുതൽ തന്നെ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതിയുടെ, നമ്മളുടെ ഒരു ആവേശത്തിൻ്റെ ഒക്കെ ഒരു നേർക്കാഴ്ചയാണ്, ഒരു തെളിവ് കൂടിയാണ് എപ്പോഴും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. മറ്റെല്ലാ പൂരങ്ങളും ഉണ്ടെങ്കിലും പൂരങ്ങളുടെ പൂരം എന്നുള്ളത് അതൊരു വെറും വാക്കായി പറയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് അതിരാവിലെ മുതൽ ഇത്ര ആളുകൾ എത്തുന്നതും. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടും അതിലും വിഷമതകളും ഒരു മോശം അവസ്ഥയിലൂടെയൊക്കെ ക്രിസ്റ്റീന കടന്നു പോകുന്ന ഒരു ഘട്ടമാണ്. മറ്റൊന്നുള്ളത് ചൂടും അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് പൂരം എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂർ പൂരമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഒക്കെ എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? എവിടുന്നായിരുന്നു? ചെയ്യാറും കഴിഞ്ഞോ? കഴിഞ്ഞു. അതെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്ന സ്ഥിതിക്ക് പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല. ഈ ചൂടൊക്കെ ഭയങ്കരമാണ്. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആവേശമാണ്. എന്നാൽ ഇപ്രാവശ്യം വലിയ രീതിയിൽ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ള രീതിയാണ്. യെസ്, അപ്പോൾ ഈ വാക്കുകൾ അത് തൃശ്ശൂർക്കാരുടെ ഒരു മൊത്തം വികാരമാണ്. കാരണം വലിയ രീതിയിൽ ഒരു ആഘോഷ പൊലിമയോടുകൂടിയൊക്കെ തന്നെ ചെയ്യാം എന്നുള്ളത് കരുതിയതായിരുന്നു. അതിനുവേണ്ടി ഒരു വർഷത്തെ പൂരം കഴിയുമ്പോൾ തന്നെ അത് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ വന്നു ചേർന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇലഞ്ഞിത്തറമേളവും മടത്തിൽ വരവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിലേക്കും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഈ ആദ്യ കാഴ്ചയുള്ളത്. ആദ്യത്തെ ഘടകപൂരത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടി നടക്കുന്നു. മറ്റൊന്നുള്ളത് ഈ ആനകളെല്ലാം തന്നെ ഇന്നലെ ഫിറ്റ്നസ് ഒക്കെ പൂർത്തിയാക്കി പല ഭാഗങ്ങളിൽ നിന്നും വന്ന ആനകളൊക്കെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്നു. അത് വിവിധ ക്ഷേത്രങ്ങളിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കാണുന്ന സജീവമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് പൂർത്തിയായി. അതിൻ്റെ ആവേശ കാഴ്ചകളിലേക്ക് ആ 36 മണിക്കൂറിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയൊക്കെ അത്രത്തോളം ആളുകളുടെ ഒഴുക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു സ്വരാജ് റൗണ്ടിലേക്ക് ഉണ്ടായിരുന്നു. ഇന്നും അതിന് സമാനമായ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു തിരക്ക് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിരവധി ആളുകൾ. നിങ്ങളൊക്കെ എവിടുന്നാണ്? തൃപ്പൂണിത്തുറ പൂരത്തിനായിട്ട് വന്നാണോ? മേളത്തിന് മേളം ഫാൻസ് ആണല്ലേ? നിങ്ങൾ കൊട്ടാറുണ്ടോ? മേളത്തിന് വേണ്ടി വന്നു. ഏത്? കാരമുക്ക് ഭഗവതി. 7:50 ഇവിടെ തന്നെ വെച്ചിട്ടാണോ? ഇവിടെയാണ്. കുറച്ചും കൂടിയൊക്കെ ഒരു പൊലിമ ഉണ്ടാവും പ്രതീക്ഷിച്ചിരുന്നല്ലേ? ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞാനിപ്പോൾ 2ാമത്തെ വർഷം. അപ്പോൾ കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടി വന്നിട്ടുള്ള വാദ്യക്കാരാണ്. അപ്പോൾ അവർ ഇതിനേക്കാളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവർക്കും പറയാനുള്ള ആ ഒരൊറ്റ കാര്യമാണ്. എന്തായാലും അപ്പോൾ ഘടകപൂരങ്ങളുടെ വരവിന് വേണ്ടി ക്രിസ്റ്റീന നമ്മൾ കാത്തിരിക്കുന്നു. ആ ആവേശ കാഴ്ചകളിലേക്ക് അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ടും ഈ വന്നിട്ടുള്ള എല്ലാ കാണികളും കടക്കുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി 24 സംഘം, അതിലെ ഓരോ നിമിഷങ്ങളും പകർത്തുന്നതിന് വേണ്ടിയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും 24ൻ്റെ സംഘവും സജീവമായി തന്നെ ഇതാ തയ്യാറായി കഴിഞ്ഞു. എന്തായാലും ആദ്യ ഘടകപൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തും. ശ്രീജിത്ത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.